അവര് ഡയറക്റ്റ് ആളെ വിളിച്ചു. നായകൻ തന്നെയായിരുന്നു പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോ ഡയറക്റ്റ് വിളിച്ചു. അപ്പൊ അവര് നേരത്തെ പരിചയമുള്ളവരാണല്ലോ. അപ്പൊ എനിക്ക് അതിലൊരു വേഷം വേണമെന്ന് പറഞ്ഞപ്പോ അതില് വേറെ ആരെയും തട്ടിക്കളയാൻ പറ്റാത്തത് കൊണ്ട് എന്നെയാണ് തട്ടിയത്. ചേച്ചി മിമിക്രിയിലും സ്റ്റേജ് ഷോയിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് മിമിക്രി അല്ലെങ്കിൽ സ്റ്റേജ് ഷോയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ആർട്ടിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരെ പരിഗണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ചില റോളുകളിലേക്ക് മാത്രം ഇങ്ങനെ ചെയ്യുന്നു, ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചേച്ചിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ, മാറ്റി നിർത്തപ്പെടുക? മൂവീസിലൊക്കെ ഒരുപാട് നല്ല മൂവീസില് നല്ല ക്യാരക്ടേഴ്സിനെ എന്നെ മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് ആരും വിളിച്ച് പറയുക ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, അത് അവിടുത്തെ നമ്മുടെ മേക്കപ്പ് ചെയ്യണ ചേച്ചി പ്രൊഡ്യൂസറോട് നിർബന്ധിച്ചതിന്റെ പേരിലാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. സോറി അഞ്ജന, അത് വേറൊരു ആർട്ടിസ്റ്റിനെ വച്ചു കേട്ടോ. ഞാൻ പറഞ്ഞ് എനിക്കങ്ങ് ഷോക്കായി പോയതല്ലേ. ഞാൻ പറഞ്ഞു ചേട്ടാ, അത് എന്താ അങ്ങനെ പെട്ടെന്ന്? എന്നോട് 1 മാസം മുന്നേ പറഞ്ഞതല്ലേ, 5 ദിവസത്തെ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത്. അന്ന് എനിക്ക് 2 പ്രോഗ്രാമും ഉണ്ടായിരുന്നു, അതും കളഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ശരി, ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞൊരു കൈരളി ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ന് വെച്ചാല് നമ്മള് അത് 100% സ്ക്രിപ്റ്റഡ് ആണ്. ഞാൻ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സോറി പറയേണ്ടി വന്നു. ഞാൻ സോറി പറഞ്ഞു. ഹായ്, വെൽക്കം ടു സിനിമ കമ്പനി. ദിസ് ഇസ് ഗണേഷ് സത്യകുമാർ. ഇത് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് തന്റെ ഒരു ട്രേഡ് മാർക്ക് ചിരി കൊണ്ട് മലയാളികളെല്ലാം ചിരിപ്പിക്കുന്ന, ഇപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് പരിചയപ്പെടാം. അഞ്ജന അപ്പുക്കുട്ടൻ. ഹായ് ചേച്ചി. ഹായ്. ചേച്ചി വന്ന് കയറിയപ്പോ തന്നെ ഭയങ്കര ഓളമായിരുന്നു ഇവിടെ. ഞങ്ങളെല്ലാം ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്ന ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ട്രേഡ് മാർക്ക് ചിരി എപ്പോഴും ഉണ്ട്. അതെ. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചല്ലോ, ഒരു ആർട്ട് ഫിലിമിൽ അഭിനയിച്ചു, ആൽബം എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിയത്? അതിന്റെ ഡയറക്ടർ ദീപ്തി ചേച്ചിയാണ്, ദീപ്തി സഞ്ജീവ് ശിവൻ. സഞ്ജീവ് ശിവൻ സാറിനെ അറിയാമല്ലോ. അപ്പൊ സാറിന്റെ ഇതിനു മുന്നേ ഉള്ള മൂവി ഒഴുകി ഒഴുകി ഒഴുകി, അതില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു നല്ല ക്യാരക്ടറായിരുന്നു, അതായത് ഹ്യൂമർ അല്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ. എന്നെ അപൂർവം അങ്ങനെയൊക്കെ വിളിക്കാറുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ഇതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി പോലെ ആയി. അങ്ങനെയാണ് ഈ മൂവിയിലേക്ക് ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചതാണ്. ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചില്ല, കാര്യം എങ്ങനത്തെ ആണെന്നൊന്നും അറിയില്ലല്ലോ. നല്ലൊരു ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി, പാലക്കാടാണ് പറഞ്ഞു. അപ്പൊ പാലക്കാട് പോയിട്ട് ഞാൻ പാലക്കാട് മൂവിയുടെ ഷൂട്ടിന് പോയിട്ടില്ല. അപ്പൊ അവിടെ പോയി ഒരാഴ്ച എൻജോയ് ചെയ്യാം. കാരണം നമ്മുടെ ആ ഒരു ഫാമിലി പോലെയാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അതെ അതെ അതെ. ഇതിൽ എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് യൂഷ്വലി ചെയ്യുന്നതിൽ നിന്ന് മാറി എന്ത് ടൈപ്പ് ക്യാരക്ടറാണ്? അതില് 80s കാലഘട്ടത്തിലെ അമ്മയാണ് നായകൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിന്റെ കുട്ടിക്കാലം. 80s 84 നടക്കുന്ന ഒരു ഇതാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു ഫാന്റസി മൂവിയാണ്. അതെ അതെ, പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ചേച്ചി മിമിക്രിയിലും സ്റ്റേജ് ഷോയിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് മിമിക്രി അല്ലെങ്കിൽ സ്റ്റേജ് ഷോയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ആർട്ടിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരെ പരിഗണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ചില റോളുകളിലേക്ക് മാത്രം ഇങ്ങനെ ചെയ്യുന്നു, ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചേച്ചിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ, മാറ്റി നിർത്തപ്പെടുക? മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാ, ഇപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമേ വന്നത് കോമഡിയിലല്ല. അല്ല, ഞാനിപ്പോ താലി എന്ന് പറഞ്ഞ സീരിയലില് മല്ലിക സുകുമാരനല്ലേ, മല്ലികാമ്മയുടെ മോളായിട്ട് കലാധരൻ സാറായിരുന്നു ഡയറക്ടർ. അതിലാണ് ആദ്യത്തെ സീരിയൽ. അത് സെന്റിയാണ്. അന്ന് എനിക്ക് അഭിനയത്തിന്റെ ഇത് നമ്മൾ ഈ ഫീൽഡിൽ വരും എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല. അപ്പൊ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയ ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോമഡിയിലേക്ക് വന്നത്. അപ്പോ എല്ലാവരും
കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും അതിന്റെ ഒരു പരിഗണനയുണ്ട്. കാര്യം എല്ലാവർക്കും സന്തോഷിക്കാനും ചിരിക്കാനും ആണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ പ്രത്യേകിച്ച് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നോണ്ട് ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളോട് ഒരു സ്നേഹ കൂടുതലാണ്. കോമഡി ചെയ്യുന്നോണ്ട് ഒരു സ്നേഹം വീട്ടിലെ ആളെന്നുള്ള ഒരു ഇതാണ്. പക്ഷേ മൂവീസിലൊക്കെ ഒരുപാട് നല്ല മൂവീസിൽ നല്ല ക്യാരക്ടേഴ്സിനെ എന്നെ മാറ്റിയിട്ടുണ്ട്. അത് വെച്ചാ അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിന്റെ പേരിൽ മാറ്റി നിർത്തിയതാണോ? എന്നെ നല്ല കേട്ടോ, എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പൊ നമ്മൾ പോലീസ് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോലീസ് മാത്രം, ഇപ്പൊ ഒരു ഡോക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ മാത്രം, അങ്ങനെ ഒരു ഇത്. അപ്പോ കോമഡി ചെയ്യുന്നോണ്ട് ഞാൻ കോമഡി മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇതുകൊണ്ട് അയ്യോ അവര് ഈ അടുത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഡയറക്ടറിനെ എനിക്ക് അറിയില്ല, പുതിയ ഡയറക്ടറാണ്. അപ്പൊ കൺട്രോളർ ആ ചേട്ടൻ നമ്മൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തില്ല. അപ്പൊ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇച്ചിരി സീരിയസ് ക്യാരക്ടറാണ്, ഒരു 2 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. ഡയറക്ടർ തന്നെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടാണ് വിളിച്ചത്, അഞ്ജനെ വിളിക്കണം പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട് പറഞ്ഞു. പറഞ്ഞു എല്ലാം ഫിക്സ് ചെയ്തു. കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ചു പറഞ്ഞു, അത് ഡയറക്ടർ ചോദിച്ചു, അഞ്ജന കോമഡി ചെയ്യുന്ന ആളല്ലേ, അപ്പൊ സീരിയസ് ചെയ്യൂ? അപ്പൊ ഞാൻ ചോദിച്ചു, ആ സാറ് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിച്ചേ? അപ്പൊ സാറിന് ഇപ്പൊ ഞാൻ അല്ലാത്തത് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് അല്ലാത്തതും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മള് കോമഡി മാത്രമേ ചെയ്യുള്ളൂ പറഞ്ഞപ്പോ ബാക്കിയുള്ളൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഇതുകൊണ്ടിട്ട് നമ്മൾ ഒരുപാട് നല്ല വേഷത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതൊരു ആർട്ടിസ്റ്റിനും എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അല്ല കോമഡി മാത്രം നല്ലല്ലോ. ഇപ്പൊ കോമഡിയിൽ ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളത് നമുക്ക് ചാൻസ് കിട്ടണം. ഇപ്പോഴത്തെ മെയിൻ സ്ട്രീമിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും കോമഡിന്ന് വന്നവരാണ് ഇല്ലേ? ഇപ്പോ ദിലീപേട്ടൻ, ജയറാമേട്ടൻ, സിദ്ദിഖിക്ക, ഇന്ദ്രൻസേട്ടൻ, എല്ലാവരും. ഇപ്പോ നമ്മുടെ ശ്രീനേട്ടനാണെങ്കിലും ഒക്കെ എല്ലാവരും, ഒരാളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ലാലേട്ടനൊക്കെ ചെയ്തിരിക്കുന്ന കോമഡി നമ്മൾ ഇപ്പോഴും അത് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും. മുഖത്ത് കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷനിൽ വരെ നമ്മൾ ചിരിക്കുന്നതാ. അപ്പോ എന്ന് വെച്ചിട്ട് ഇവര് വേറെ ഒന്നും ചെയ്യില്ലെന്നല്ലോ. ഇപ്പോ സിദ്ദിഖിക്ക ആണെങ്കിലും ഒക്കെ ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോഴേ അത്രയും ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇല്ലേ? ഇന്ദ്രൻ സേട്ടനാണെങ്കിലും അത് ഒരു ചാൻസ് കിട്ടണം. ആ ചാൻസ് കിട്ടിയാലേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതാരും തരുന്നില്ലല്ലോ. ഇത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു, ഇപ്പൊ നമുക്കിപ്പം മുൻനിരയിലിരിക്കുന്ന ഒരുപാട് നടന്മാര് അവരുടെ തുടക്കകാലത്ത് മിമിക്രിയിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ കോമഡി ചെയ്ത് വന്നതാണ്. അപ്പൊ ഇത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഇവർ കോമഡി ചെയ്ത് വന്നതാണെന്നുള്ളത്. എന്നിട്ടും ഇപ്പൊ അവസരം കിട്ടുന്നില്ല എന്ന് പറയുമ്പോ ഇത് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് എനിക്കറിയില്ല. അതിപ്പോ ഒരാൾ ഇവരോട് നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചത്, എനിക്ക് കോമഡി മാത്രമേ പറ്റുള്ളൂ എന്താ ചോദിച്ചത്? അത് ഞാൻ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്. നമ്മൾ നിങ്ങൾ മറ്റേ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലൊക്കെ ചിലപ്പോ ഇതുപോലെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ചോദിക്കും, ഞാൻ ചോദിക്കും ആ ക്യാരക്ടറൊക്കെ എനിക്ക് തന്നുകൂടായിരുന്നു, ഒരു സീനാണെങ്കിൽ എനിക്ക് ചെയ്തുകൂടായിരുന്നു. അയ്യോ അത് അവര് ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ അവര് പറയും അയ്യോ അവര് കോമഡിയല്ലേ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലേ, നമുക്ക് തന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടണം. ചോദിക്കാറുണ്ടോ എനിക്കൊരു സീരിയസ് റോൾ തരണം? ഇല്ല, ഞാൻ ചോദിക്കാറില്ല. ചോദിക്കാറില്ല ചോദിച്ചാ കിട്ടൂല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നേ. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയണേ, ഇപ്പോ ഡെയിലി നമുക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവരുടെ ഒരു മൂവി വരുമ്പോ എന്നെ വിളിച്ചില്ല എന്നുള്ള എനിക്ക് സങ്കടമേ ഇല്ല. ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാറില്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ. നമ്മളിപ്പോ ചിലപ്പോ ചാൻസ് ചോദിച്ചു കഴിഞ്ഞാ ചോദിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരെണ്ണം തരാ, നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം എന്നുള്ളതല്ലല്ലോ. നമുക്ക് നല്ലൊരു ക്യാരക്ടർ, ഒരു സീൻ മതി, കട്ട് ചെയ്ത് പോവാത്ത ഒറ്റ സീൻ മതി ഒരു ആർട്ടിസ്റ്റിന് ഒരു ഇത് വരാനായിട്ട്. അതെ അതെ. പക്ഷെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വേഷം തരും. അല്ലെ പിന്നെ നമുക്ക് പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിലും കോംപ്രമൈസ് ചെയ്യാറുണ്ട് പേയ്മെന്റിന്റെ കാര്യത്തിൽ. പക്ഷെ ആ ഒരു ഇതാണ് എനിക്ക് തോന്നില്ല. പിന്നെ എന്നെ വർക്കിന് വിളിച്ചിട്ടുള്ളത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്നെ കൂടുതലും വർക്കിന് വിളിക്കാറ്. ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ആളുകൾ വർക്കിനായിട്ട്
എനിക്ക് ഇവരെ അറിയത്തു പോലില്ല. പുതിയ ടീംസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നേരത്തെ എഡിമാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ അവര് വിളിക്കാറുണ്ട് ഒരുപാട്. അങ്ങനത്തെ പഴയവര് വിളിക്കില്ലെന്നല്ല കേട്ടോ ഞാൻ. മനസ്സിലായി. അല്ല പൊങ്കാലയിടരുത് പ്ലീസ്. അല്ല ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും പറയാറുണ്ട് കരയുന്ന കുഞ്ഞിന് പാലുള്ളൂ എന്നുള്ളത്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ പാലില്ല. പറഞ്ഞത്. ഇല്ല, ഇല്ല. എന്റെ അപ്പൊ നമ്മള് ചാൻസ് ചോദിച്ചത് കൊണ്ടോ ആ. ഞാൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ പറയാ. ഇപ്പൊ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീഡിയോ വിഷസ് ചോദിക്കാനായിട്ട് ഉം. ഒരു 2 ആഴ്ച മുമ്പുള്ള ഒരു കാര്യമാട്ടോ ഞാൻ പറയണ. വീഡിയോ വിഷ് ചോദിക്കാനായിട്ട് ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ടെലിവിഷൻ സംഘടനയിൽ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പലർക്കും അത് ബുദ്ധിമുട്ടായി തുടങ്ങിയത് കൊണ്ടാട്ടോ കുറച്ച് 2-3 വർഷമായിട്ട് അങ്ങനെ കൊടുക്കണ്ടെന്നുള്ളൊരു ഇത്. ഓക്കെ. അപ്പോ നിങ്ങളുടെ സംഘടനയിൽ തന്നെ ഒരു തീരുമാനം അങ്ങനെ കൊടുക്കുന്നുള്ളത്. ടെലിവിഷൻ സംഘടന ഓക്കെ. ആത്മയില് ആ. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് വെച്ചാൽ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കാണെങ്കിലും പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാട്ടോ. എന്ത് പണി? അതായത് ഈ കാസർഗോഡ് ആ ഭാഗത്ത് ഒരു ആ. കോളേജിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. പോവാനായിട്ട്. പോവാനായിട്ട് ഓക്കെ. വിളിച്ചു. എല്ലാം ഫിക്സ് ചെയ്ത് അവര് ട്രെയിൻ ടിക്കറ്റ് അയച്ചു തരാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വരുന്നുണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇതും പിന്നെ ആശംസ കൊടുക്കുമല്ലോ. ഓക്കെ. ഈ വരുന്നുണ്ടെന്നുള്ള ഒരു എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആശംസ മാത്രം ഇട്ടിട്ട് ആ. എന്നെ തേച്ചു. വിളിച്ചില്ല പോണ്ട. അത് അതിനുശേഷം ഞാൻ വിചാരിച്ചു വേണ്ട. അയ്യോ, അത് വളരെ മോശമായി പോയിട്ടോ അത് ആരെങ്കിലും ചെയ്തത്. അതെ അതെ. അല്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. മാത്രല്ല അങ്ങനെ 1-2 അനുഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ 2 ആഴ്ച മുമ്പുള്ള ആ ചേട്ടനെ എനിക്ക് അറിയണ ഒരു 10 വർഷം മേലായിട്ട് അറിയാം. അറിയാവുന്ന പുള്ളിയാണ്. 1-2 മൂവീസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ഓക്കെ. അതിനുശേഷം ഒരുപാട് വർക്കുകള്, ഒരുപാട് ഹിറ്റ് മൂവീസ് ഒക്കെ അവരുടെ ആ ഒരു ഗ്യാങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത്രയും വർഷമായിട്ട് പരിചയമായിട്ട് എന്തോരം ഹിറ്റ് പടങ്ങള്, ഒരു സീനെങ്കിലും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അത് ഡയറക്ടർ പറയും വേണ്ട, വേറെ അവർക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ പിന്നെ വിഷസ് അവരോട്, അതവര് തരില്ല. അതിന് അപ്പൊ ഞാൻ പറഞ്ഞു വിശ്വസിനാണെങ്കിലും നമ്മൾ ഓർത്തല്ലോ, അതില് ഞാനൊരു പോസിറ്റീവാ കാണുന്നത്. എല്ലാരും പറയുന്നത് കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കണക്ഷൻസ് ആണ് സിനിമയിൽ നിലനിർത്തുന്നത് ഒരു മനുഷ്യനെ. അപ്പൊ ചേച്ചി പറയുന്നുണ്ട് ചേച്ചിക്ക് സിനിമയിൽ അധികം ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ ഇത് അറിയാം, ഒരുവിധം എല്ലാവരും അറിയാം. പക്ഷേ ഞാൻ പറയില്ല ഡെയിലി മെസ്സേജ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അവര് മൂവീസ് ഒരുപാട് വരുന്നത് ഡെയിലി നമ്മൾ ഗുഡ് മോർണിംഗ് കഴിക്കുന്നവരെ നമ്മൾ ഓർക്കാതിരിക്കില്ലല്ലോ. അവര് എന്നിട്ട് അവര് പടങ്ങൾ ഞാൻ അയച്ചില്ലെങ്കിൽ അവരും കൂടെ അയക്കും. എന്നിട്ട് അവരെ പടങ്ങളിൽ വിളിക്കുന്നില്ല, വിളിക്കാറില്ല. എനിക്ക് വിഷമമില്ല. അല്ല ഇത് ആലോചിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? ഞാൻ അങ്ങനെ ചിന്തിക്കാറ്. ഞാൻ അങ്ങനെയാ. ഇല്ല ഞാൻ പറയില്ല നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്താലേ നമുക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ടിരുന്നാ പോരെ. വിളിക്കുകയാണെങ്കിൽ പോയി ചെയ്യും, സന്തോഷം. വിളിക്കണം എന്ന് പറഞ്ഞാൽ അതിലൊരു വേഷം തരാം. നമ്മൾ ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞ് ചമ്മി പോവില്ലേ? അല്ല നമ്മൾ ചോദിച്ചാലല്ലേ കിട്ടുള്ളൂ എന്നുള്ളൊരു വിഷമം പിടിയുള്ളൂ. അത് നമുക്കറിയാലോ. ഓരോരുത്തർക്ക് നേച്ചർ അറിയാലോ. എല്ലാവരെയൊക്കെ അറിയാം ഇങ്ങനെയൊക്കെ ആണ്, സോ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഈ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ വരുന്നു, അതുകൊണ്ട് ഈ പേയ്മെന്റ് ഡിലേ ആക്കുക, പേയ്മെന്റ് തരാതിരിക്കുക എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരാറുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞ പേയ്മെന്റ് തരാതിരിക്കുക, അതിന്റെ പാതിക്ക് പാതി ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാ ഒരു മൂവി ചെയ്തപ്പോ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞ ഒരു ഇത്രയും ഡേയ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എൻ്റെ അച്ഛൻ മരിച്ച ആ സമയത്തായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് 6 മാസമായിട്ട് ഡബിങ്ങിനൊന്നും വിളിക്കില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിളിച്ചു, കൺട്രോളറെ വിളിച്ചു. ആളിപ്പോ വർക്കൊന്നും ചെയ്യണില്ല എന്നോ തോന്നുന്നേ. ആളെ വിളിച്ചപ്പോഴത്തേക്കും ആളുടെ ഇങ്ങോട്ട് സംസാരിക്കുന്ന രീതി ഭയങ്കര ഇതായിരുന്നു. ഭയങ്കര അറഗന്റ് ആയിട്ടാ സംസാരിച്ചത്. കാരണം ആ ചേട്ടനെ നമ്മൾ അങ്ങനെയല്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. നമ്മളവിടെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ആളുടെ സംസാര രീതി ഭയങ്കര മോശമായിരുന്നു. അത് പേയ്മെന്റ് ചോദിച്ചേനാണ് കേട്ടോ. അതായത് ഇല്ലില്ല, അത് ഒരു 7 ദിവസത്തെ ഷൂട്ടാ പറഞ്ഞേ. പക്ഷെ 10 ദിവസം പോയി. പക്ഷെ നമ്മൾ 7 ദിവസത്തെ ഇത് വെച്ചിട്ടാണല്ലോ പേയ്മെന്റും പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചു. പ്രൊഡ്യൂസർ എന്റെ അടുത്ത് ചോദിക്കുന്നത്, അവരെനിക്ക് തോന്നണ ആ ഒരു മൂവി ചെയ്തിട്ടുള്ളൂ എന്നാ തോന്നുന്നേട്ടോ. തോന്നുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെയാണ് എനിക്ക് കിട്ടിയത്. നമ്പർ കിട്ടിയിട്ട് വിളിച്ചു. അപ്പൊ ചോദിക്കാ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇതിനകത്തുണ്ടായിരുന്നു, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യൂ,
പോയി മീൻസ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെ അങ്ങനെ ഒരു ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ വഴക്കിട്ടല്ലോ കേട്ടോ, ഞാൻ പൊതുവെ അങ്ങനെ എടുത്തടിച്ച് സംസാരിക്കാറില്ല. അങ്ങനെ സഹി കിട്ടു എല്ലാവർക്കും മൂഡ് സ്വിംഗ് ഉണ്ടാവില്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ. ആണ്, പക്ഷെ അങ്ങനെയൊന്നും ജെനുവിൻ അല്ലാണ്ട് ഒക്കെ രീതിയിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്റെ ഫ്ലോ കളയല്ലേ. എന്നിട്ട് ആളോട് ഞാൻ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിച്ച. ഞാൻ പറഞ്ഞു, ചേട്ടാ സർ ഒരു കാര്യം ചെയ്യും, സ്റ്റുഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. കാര്യം ആള് ലൊക്കേഷനിൽ വന്നിട്ടുള്ളതാണ്, നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് പോലെ. അപ്പൊ ഞാൻ പിന്നെ അത് പേയ്മെന്റ് ഞാൻ സ്റ്റുഡിയോയിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും എന്റെ ക്യാരക്ടർ മാത്രം ഡബ് ചെയ്യാണ്ട് അങ്ങനെ വച്ചേക്കുവാ. ഡബ് ചെയ്യാണ്ട് വച്ചേക്കുവാ. കാര്യം ഞാൻ എന്റെ വോയിസ് വേറെ ആരെയും കൊണ്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ ആ സമയത്ത് പേയ്മെന്റിന്റെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാന് മീൻസ് നമ്മുടെ അമ്മ അസോസിയേഷനില് ഇടവേള ബാബുച്ചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, 6 മാസമായി, ഇതുവരെ പേയ്മെന്റ് ഒന്നും തന്നില്ല. അപ്പൊ ഞാൻ വിളിച്ചപ്പോ രണ്ടിടത്തുനിന്നും എനിക്ക് ഇങ്ങനെയായിരുന്നു പ്രതികരണം ഉണ്ടായിരുന്നെ, അപ്പൊ അതെനിക്കൊന്ന് വാങ്ങിത്തരാവോ, ഇച്ചിരി അത്യാവശ്യമാണ് പറഞ്ഞു. ഓക്കെ അഞ്ജന, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ബാബുച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു, നാളെ തന്നെ പോയി ഡബ് ചെയ്തോ, ഒന്നും വേണ്ട, പേയ്മെന്റ് കൈ കിട്ടി സൈൻ ചെയ്ത് കൊടുത്തിട്ട് കയറി ഡബ് ചെയ്താൽ മതി പറഞ്ഞു. പക്ഷെ പേയ്മെന്റ് കിട്ടി, എന്നാലും ഒരു കുറച്ച് പൈസ കുറച്ചിട്ടാ ഞാൻ ഇത് ചെയ്ത്. എന്നാലും കുഴപ്പമില്ല, അത്രയെങ്കിലും കിട്ടിയില്ല. അപ്പൊ അസോസിയേഷൻ വഴി നമുക്ക് അങ്ങനെ ഒരു പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ ഈ കൺട്രോളർ ഉണ്ടായിരുന്നു, ഒരു വാക്ക് സംസാരിച്ചില്ല പുള്ളി. ചേച്ചിയെ കണ്ട് പേടിച്ചിരുന്നോ? അല്ല, അങ്ങനെ ഭയങ്കര, ഞാൻ പറഞ്ഞു ഭയങ്കര അറഗന്റ് ആയിട്ടാ സംസാരിച്ചത്. നമ്മൾ പണിയെടുത്ത കാശല്ലേ ചോദിക്കുന്നേ, അപ്പോ നമ്മളത് ഇങ്ങനെ വാങ്ങിക്കേണ്ടി തരേണ്ടി വരുന്ന പുള്ളി പ്രതീക്ഷിച്ചില്ല. അതിന്റെ ഒരു ചമ്മലായിരിക്കാം മേ ബി. മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസ് ആണോ? കാരണം ഇപ്പൊ റീസെന്റ് ഒരു വലിയ സംവിധായകനെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു, രഞ്ജിത്തിനെതിരെ. അപ്പോ ചേച്ചിക്ക് അതുപോലെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കൂടെ ഉള്ളവർക്ക് അങ്ങനെ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ? എനിക്കങ്ങനെ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അത് നമ്മള് നിക്കുന്ന പോലെ ഉണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ഇപ്പൊ ഞാൻ പറയട്ടെ, എല്ലാവരുടെയും എല്ലാ മനുഷ്യരാണല്ലോ, എല്ലാവർക്കും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. അപ്പൊ നമ്മള് എങ്ങനെയാണോ അവരോട് അപ്രോച്ച് ചെയ്യുന്നത് ആ രീതിയില് നമ്മളോട് അപ്രോച്ച് ചെയ്യുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഇതിപ്പോ ഒരു ഇതുണ്ടാക്കാനല്ല, ഞാൻ എന്റെ അനുഭവം കൊണ്ടാ പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഫീൽഡ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫീൽഡാന്നേ ഞാൻ പറയുള്ളൂ, പ്രത്യേകിച്ച് പെൺകുട്ടികള്. മലയാളം നല്ല സിനിമ ഫീൽഡ് കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് ഏതൊരു സ്ഥലത്ത് പോയി, ഇപ്പൊ നമ്മളൊരു ഹോട്ടലില് റൂം എടുക്കാൻ പോണു, അവിടെ നമ്മളൊരു 10 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിയില്ലേ? അവര് ചോദിക്കും, അവര് സാധാരണ എൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്, മാഡം ഷൂട്ട് ഉണ്ടോ ഇവിടെ അടുത്ത്? ഇപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ ചോദിക്കുക, ഷൂട്ട് ഉണ്ടോ മാഡം, എവിടെയാണ്, എന്താണെന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് അവിടെ ഹൈഡ് ചെയ്തൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ ഇപ്പൊ നമ്മള് ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് പോവാ, അവിടെ ഇപ്പൊ പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മോശം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും യൂണിറ്റിലെ ചേട്ടന്മാര് ഫുൾ ക്രൂ നിക്കല്ലേ, അവിടെ ആരെന്ത് നമ്മളെ ചെയ്യാനാ? പിന്നെന്ന് വെച്ചാ നമ്മളുടെ റൂമിന്റെ ഡോറ് നമ്മൾ തുറന്നു കൊടുക്കാതെ ആരും കേറൂല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലേ? സത്യമല്ലേ? അപ്പോ ഈ ചാൻസിന് വേണ്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ വഴങ്ങി കൊടുക്കുന്ന സ്ത്രീകളും ഉണ്ടോ, അവരുടെ സ്വയം താല്പര്യത്തോടെ? അങ്ങനെ അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളല്ല, അതിൽ നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനെങ്ങനെ പോണം എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കുള്ളൂ. മറ്റുള്ളവരെങ്ങനെ പോകുന്നോ അവർക്ക് അങ്ങനെ ഒരു ഇതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വേണമെന്ന്, അത് അവരുടെ അവരുടെ ചിന്താഗതിയാണ്. ഞാൻ നല്ലൊരു ഇതിൽ പോണോ മോശം രീതിയിൽ പോണോ എന്നുള്ളത് എന്റെ തീരുമാനമാണ്, അല്ലേ? അതിലാരോടോ ഇല്ല അങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഓക്കെ, ഒരു ഇത് ചെയ്തു കഴിഞ്ഞാല്, സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് വേഷം കിട്ടൂന്നുണ്ടെങ്കില് നമ്മളുടെ തീരുമാന, സാക്രിഫൈസ് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനം. വേണ്ട, എനിക്ക് ആ വേഷം വേണ്ട,
അല്ല ഇത് ചെയ്യുന്നത് ഇപ്പം ഞാനിപ്പോ സാക്രിഫൈസ് ഇപ്പൊ ഒരാളിപ്പോ ചോദിക്കുന്നു എങ്ങനെയാണ് അഭിനയിക്കണം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അപ്പോ ആക്ട്രസ് പറയാണ് തയ്യാറാണെന്ന് പറയാണ്. അതൊരു മോശം കാര്യമാണോ നല്ല കാര്യമാണോ? അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിപ്പോ അവർക്ക് അത് മോശമല്ല എന്ന് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതൊരിക്കലും മോശമല്ലല്ലോ. അവർക്ക് മോശം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അവരാ വേഷം വേണ്ടാന്നല്ലേ വെക്കുള്ളൂ. ഓക്കെ, എനിക്ക് കഴിവുണ്ട്, എനിക്ക് വേഷം വന്നോളും എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതിപ്പോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഡിസിഷൻ ആണ്. അല്ല ഞാൻ ആരും നമ്മുടെ ഫീൽഡിൽ ആരും ബലമായിട്ട് ഒന്നിനും വരില്ല കേട്ടോ. ഇല്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. കാര്യം ഞാൻ വളരെ ചെറുതിലെ വന്നതാണ്. ഡാൻസ് ആണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും. ഇപ്പൊ സിനിമ തന്നെ വേണമെന്നോ അല്ലെ സീരിയൽ തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ലല്ലോ ആർക്കും. ഇന്നത് നമുക്കിപ്പോ വർക്കുകൾ ചെയ്തിപ്പോ സ്റ്റേജ് ഷോ ഇല്ലേ, നമുക്കിപ്പോ അങ്ങനെ ഇതൊന്നുമില്ല. ആരും മാത്രല്ല, ആരും നിർബന്ധിക്കില്ല, ഒന്നിനാരും നിർബന്ധിക്കില്ല. അല്ല ഇപ്പോ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിർബന്ധിച്ചിട്ടുണ്ട് റൂമിൽ കയറി ഇപ്പൊ അനാവശ്യമായി തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പൊ ചേച്ചി ഇപ്പൊ പറയുമ്പോൾ ചേച്ചിക്ക് ഇപ്പൊ സിനിമ അല്ലാതെ പാരലൽ ഇൻകം സോഴ്സ് ആയിട്ട് സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ സിനിമ മാത്രം, എല്ലാ ആർട്ടിസ്റ്റിന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ബിഗ് സ്ക്രീൻ തന്നെയാണ്. ഇപ്പൊ അതിനകത്ത് വരണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാലേ അതിനകത്ത് വരാൻ പറ്റൂന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ട, എനിക്ക് അങ്ങനെ അതിൽ വരണ്ട എന്ന് ഞാൻ തീരുമാനിച്ച പിന്നെ ആരും എന്നെ നിർബന്ധിക്കില്ല. ടാലന്റ് ഉള്ള ഒരാളുടെ ആ ടാലന്റ് വേസ്റ്റ് ആയി പോവല്ലേ, അയാൾക്ക് ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോ അങ്ങനെ വരുമ്പോ ഒരു പെൺകുട്ടി ഒരു ഹീറോയിൻ മെറ്റീരിയൽ ആയിട്ടുള്ള അഭിനയിക്കാൻ ടാലന്റ് ഉള്ള ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു ചാൻസ് വരുമ്പോൾ അതിന്റെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ് ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവണം. പെൺകുട്ടി പറയുന്നു പറ്റില്ല എന്നുള്ളത്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അപ്പോൾ അയാളുടെ ടാലന്റ് വേസ്റ്റ് ആയി പോവല്ലേ ഇങ്ങനെ. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് വേറെയും ചാൻസസ് വരുമല്ലോ. ആ ഒരു മൂവി കഴിഞ്ഞില്ലല്ലോ. ആ ഒരു മൂവി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ കഴിയും ഇല്ലല്ലോ. ഫ്യൂച്ചർ കഴിയുന്നല്ല, പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കുമല്ലോ അവിടെ ആ ഒരു പോയിന്റിലേക്ക് വേറെ വരുമല്ലോ, ചാൻസസ് ഇഷ്ടം പോലെ വരുമല്ലോ, പക്ഷേ കടങ്ങൾ ഇനിയും വരുമല്ലോ. ഇങ്ങനെ ഇപ്പൊ വഴങ്ങി കൊടുത്തില്ല. അപ്പോ ഇവര് പറയും മറ്റോ ഇവരുടെ ക്രൂവിൽ അല്ലെങ്കിൽ അടുത്ത ടീമുകളോട് പറയാണ് അങ്ങനെ പറയുമോ? അങ്ങനെ ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പൊ അതായത് ഇവരോട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവൂന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ ഇവര് പറഞ്ഞു ആ പെൺകുട്ടിയെ മറ്റു മൂവീസിൽ കാസ്റ്റ് ചെയ്തിരിക്കുക അങ്ങനെ. അതിപ്പോ ആ കേൾക്കുന്നവരുടെ കുഴപ്പമല്ലേ. എങ്ങനെയാ ഇവര് പറയാ ഇവര് ഈ ഒരു റീസൺ കൊണ്ടാണ് ഈ കുട്ടീനെ പാര വെച്ചു എന്ന് വെച്ചാൽ അവസരം നഷ്ടാവുമല്ലേ. അല്ല, അവരെന്തിനാണ് അത് കേൾക്കാൻ നിൽക്കുന്നത്? അവര് പറയാ ഒരു ആർട്ടിസ്റ്റ്, ന്യൂ ഫേസ്, നല്ല കാലിബറുള്ള ഒരു കുട്ടി നമ്മുടെ മൂവിയിൽ വേണമെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ വാക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാനൊരു മൂവി പ്രൊഡ്യൂസ് ചെയ്യാ അല്ലെ ഡയറക്റ്റ് ചെയ്യാ, എനിക്ക് ഇന്നൊരാള് ആർട്ടിസ്റ്റ് വേണം. അതിപ്പോ വേറൊരാള് പറയാ അയ്യോ അവരെ വെക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ഞാൻ കേൾക്കാൻ നിൽക്കണം എന്തിനാ? അല്ല നമ്മളിപ്പോ എനിക്ക് അടുപ്പമുള്ള ഒരാൾ പറയുന്നതായിരിക്കുമല്ലോ ഞാൻ കേൾക്കുന്നത്. അവര് വെക്കേണ്ട ശരിയാ പറഞ്ഞു കഴിഞ്ഞാൽ വെക്കാം, വെക്കണ്ടെന്നല്ലേ തീരുമാനിക്കുള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ ഇപ്പൊ ചിലര് ചോദിക്കാറുണ്ട് അയ്യോ അവര് മോശമാണല്ലോ. ഇപ്പൊ ഈ അടുത്തൊരു വർക്ക് ചെയ്തതില് അയ്യോ അവര് ഭയങ്കര മോശാട്ടോ. ഞാൻ എനിക്കറിയില്ല, കൺട്രോളർ വളരെ മോശമാന്ന് പറഞ്ഞു. ഞാൻ എനിക്കറിയില്ല, എന്റെ അടുത്ത് ആള് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, ഞാൻ അത് മാത്രമേ നോക്കുള്ളൂ. പുള്ളി മറ്റുള്ളവരോട് എങ്ങനെയാന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അത് ചുരണ്ടി അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അദ്ദേഹം എനിക്ക് നല്ല റെസ്പെക്ട് തരുന്നുണ്ട്, ഞാനും അദ്ദേഹത്തിനോട് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ വർക്കിന്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കണേ, പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ടും ചോദിക്കാറില്ല ഇങ്ങോട്ടും ചോദിക്കാറില്ല. അപ്പൊ അവരെ കുറിച്ച് വേറെ ആൾക്കാർ മോശം പറഞ്ഞാൽ ഞാനത് ചെവിക്കൊള്ളേണ്ട കാര്യമില്ലല്ലോ, ഇല്ലേ? ഇപ്പൊ ഞാൻ കാണാത്തൊരു കാര്യം എല്ലാം നല്ല ഞാൻ പറഞ്ഞേ, ഞാൻ അങ്ങനെ പോകുന്ന ഒരാളല്ല. മീൻസ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് തിരക്കി പോകുന്ന ഒരാളല്ല. കാര്യം എല്ലാ മനുഷ്യരും ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന പോലെയല്ലേ, ഞാൻ എന്റെ വീട്ടിൽ ചിലപ്പോ ഭദ്രകളി തുള്ളും, പക്ഷെ പുള്ളിക്ക് വരുമ്പോ അങ്ങനെയല്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ അത് വിശ്വസിക്കേണ്ട കാര്യം എന്താ? നമ്മളെല്ലായിടത്തും അങ്ങനെയല്ലല്ലോ. വീട്ടിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടും, നമ്മൾ ചിലപ്പോ കച്ചറ ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും. പബ്ലിക് വരുമ്പോ നമ്മൾ അങ്ങനെയല്ലല്ലോ. അപ്പൊ പബ്ലിക്കില് ഓരോ ആൾക്കാരും നമ്മളെ എങ്ങനെയാണോ എടുക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മൾ ഒരാളോട് എങ്ങനെയാണോ നിൽക്കുന്നത് അവരെ നമുക്ക് ആ റെസ്പെക്ട് തരുന്നതാണ് എനിക്ക്. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണ്. അവര് എങ്ങനെ സ്വഭാവമാണെന്നാണ് ഞാൻ നോക്കാറില്ല, എന്നോട് എങ്ങനെയാന്ന് മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ നെഗറ്റീവ്സും പോസിറ്റീവ്സും. അല്ല ഇപ്പൊ ഇവര് ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഒരാള് ടാർഗറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തായിരിക്കില്ലല്ലോ പോകുന്നത്. ബേസിക്കലി അവരൊരു ന്യൂ കമറിനോടായിരിക്കും, ഒരു ഫ്രഷ് ഫേസിനോടായിരിക്കുമല്ലോ അവരിങ്ങനെ ചെയ്യാം. സീനിയേഴ്സിനോടും ഇല്ലേ എന്തോരം പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും
എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇത്രയും ആരോപണങ്ങൾ വന്നു, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഇത്രയും വലിയ സംവിധായകർ പിടിക്കപ്പെടുന്നു, എന്നിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പൊതുവേ ഉള്ള ഒരു ഇതാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ന്യൂസിലാണെങ്കിലും ഒരു ന്യൂസ് വന്ന് 3-4 ദിവസം ചിലപ്പോ ന്യൂസ് പോകും, ചിലപ്പോ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, ചിലപ്പോ 1-2 ആഴ്ച അത് പോവും, അടുത്തത് വരും. അവർക്ക് എന്നാലല്ലേ അവർക്കൊരു ജീവിക്കണ്ടേ. അല്ല, ന്യൂസിന്റെ കാര്യമല്ല, ഫീൽഡിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് വരുമായിരിക്കും. പഴയതൊക്കെ കുത്തിച്ചകഞ്ഞെടുക്കാനല്ലോ ആൾക്കാർക്ക് താല്പര്യം. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് എപ്പോഴും നെഗറ്റീവ്സ് കണ്ടുപിടിക്കാനാണ്, എല്ലാ മനുഷ്യരിലും നെഗറ്റീവ്സ് കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, എല്ലാവരും ബ്രോയും കേട്ടിട്ടുള്ള കാര്യമുള്ളൂ, നമ്മളൊരു 100 നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും ഒരു കുഞ്ഞ് മോശം കാര്യം കേട്ടു എന്ന് വെച്ചാ അത് മാത്രമേ ഇതാക്കുള്ളൂ. ആ അത്രയും ചെയ്ത നല്ല കാര്യങ്ങൾ ഒന്നും ഇല്ലാണ്ടായിപ്പോ. അതിനെ അങ്ങനെ ഒരു ഇതാണ്. ഓക്കെ. ചേച്ചിക്ക് പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമല്ലേ? അത് ഞാൻ ചോദിച്ചു, ചേച്ചിയുടെ ഒരു ക്യാരക്ടറെ കൊണ്ട് ഇങ്ങനെ ചാടി നിൽക്കുന്നോണ്ട് ഞാൻ ചോദിച്ചു, അവിടെ ഉണ്ടായിട്ടുണ്ടോ? ചാടി നിൽക്കുന്നു എന്താണ്? അല്ല, ഫുൾ എനർജിയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല, ഫുൾ എനർജി, അതിന്റെ കാര്യമാണ്. പ്രണയം ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറഞ്ഞ കള്ളത്തരോ, ശുദ്ധ കള്ളത്തര. ആ പ്രേമ ഒക്കെ തോന്നിയിട്ടുണ്ട് ചില ആൾക്കാരോട്. നമുക്ക് ഒരു കാര്യവുമില്ല, മുൻപരിചയം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇപ്പൊ ഉണ്ട്. അയാളോട് പറഞ്ഞിട്ടുണ്ടോ അത്? പറയാതെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു റെസ്പോൺസ്? എന്തായിരുന്നു പറയാതെ പറഞ്ഞിട്ട്? എന്റെ അമ്മ ഇടയ്ക്ക് കളിയാക്കാണ്, എനിക്ക് പ്രേമിച്ച് വളച്ചൊടിക്കാൻ അറിയില്ല. അമ്മ എന്നെ തളർത്തും ചില സമയത്ത് ഇതൊക്കെ പറഞ്ഞു. മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് കല്യാണം വരെ എത്തിയതാണ്, പക്ഷേ അത് ഇനിയും പറയണ്ട, അത് പറഞ്ഞു എനിക്ക് എന്നെ ബോറടിച്ചു കഴിഞ്ഞ്. അതല്ല, പിന്നെ അന്ന് ചേച്ചി, ഞാൻ അത് ചോദിക്കല്ല, അന്ന് പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു, മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇല്ല ഇപ്പോഴും ഇല്ല. ഇപ്പൊ കോണ്ടാക്ട് ഒന്നും, അന്നും അങ്ങനെ കോണ്ടാക്ട് ഒന്നും ഇല്ല. ഞാൻ അങ്ങനെ വിളിക്കാനും മെസ്സേജ് ചെയ്യുന്നില്ല, പുള്ളിക്ക് എന്നെ വിളിക്കാനും മെസ്സേജ് ചെയ്യാനും സമയമില്ല. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ, ഞാൻ പറയില്ല, ഞാൻ അങ്ങനെയൊന്നും ഒരാളെ ഒരു മനസ്സിലേക്ക് എടുത്ത് വെക്കില്ല. വച്ചുകഴിഞ്ഞാൽ അത് പിന്നെ വീട്ടുകാരായിട്ട് വെച്ചെന്നാണ്. പക്ഷെ പുള്ളി എന്തിനാണ് അങ്ങനെ എന്നോട് ചെയ്തേന്നുള്ളത് അന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഇപ്പൊ ഞാനതൊക്കെ മാറ്റി. പുള്ളിക്ക് എന്നെ കിട്ടാൻ യോഗമില്ല, അങ്ങനെ പറഞ്ഞാൽ തീർന്നില്ലേ പ്രശ്നം? അതാണ് ഞാൻ പറഞ്ഞ, എന്നോട് തന്നെ സംസാരിക്കുക, അഞ്ജു നീ നല്ല കുട്ടിയാണ്, നീ ഗുഡ് ഗേൾ ആണ്. എനിക്ക് ദേഷ്യം വരുമ്പോൾ ചില നേരത്തെ, കൺട്രോൾ യുവർ സെൽഫ് അഞ്ജന, കൺട്രോൾ യുവർ സെൽഫ്, നീ നല്ല കുട്ടിയാണ്, തീർന്നു. വീട്ടുകാരുമായിട്ടും ഫാമിലിയൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണല്ലോ. അപ്പോ അച്ഛനും അമ്മയും ലൈഫിൽ തന്നിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ് ചേച്ചി ഫോളോ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ? ഇല്ല, അങ്ങനെ അഡ്വൈസ് ഒന്നും തന്നിട്ടില്ല ഇതുവരേക്കും. ഇല്ല, എന്റെ ഓർമ്മയിൽ അഡ്വൈസ് ഒന്നും തന്നിട്ടില്ല. ഇല്ല. അല്ല, ഇപ്പൊ അമ്മുമ്മയൊക്കെ അമ്മേനെ വളർത്തിയ സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ സേവ് ആയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഫാമിലിക്ക് മോശം വരുന്ന ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എപ്പോഴും. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അയ്യോ എൻ്റെ ഫാമിലിനെ അത് ബാധിക്കൂ, ഞാൻ അതാണ് എപ്പോഴും ചിന്തിക്കണേ. അതിപ്പോ അവര് അഡ്വൈസ് തന്നിട്ടൊന്നുമല്ല, ഇവരുടെ ഇപ്പൊ എനിക്ക് പഴയ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മുമ്മ ഉള്ളപ്പോഴും അമ്മുമ്മയുടെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ പറയും. ഇപ്പൊ ഈ അടുത്തൊക്കെ KPSC ലളിതാമ്മ ഉള്ള സമയത്തൊക്കെ ഞാൻ പഴയ കഥകളൊക്കെ ചോദിക്കും. ലളിതാമ്മ ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ, പഴയ അനുഭവങ്ങളും കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു തരും. എനിക്ക് അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പ്രായമുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പ്രായമുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. ചില അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ കണ്ടിട്ടില്ല, ഭയങ്കര ക്യൂട്ടുള്ള, അതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അവരൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ട് നമ്മുടെ മൈൻഡില് ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അച്ഛൻ്റെ അമ്മയാണെങ്കിലും അമ്മൂമ്മയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഒരു തവണ ചിന്തിക്കും, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എൻ്റെ ഫാമിലിയെ ബാധിക്കൂ, അവർക്കൊരു ബ്ലാക്ക് മാർക്ക് വീഴരുത്. ഞാൻ അത് അന്നും ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം നേരത്തെ ചോദിച്ച പോലെ നമ്മളോട് ആരും ഒരു മോശം അപ്രോച്ച് ചെയ്തിട്ടില്ലാത്തത്.
നമ്മൾ അവരോട് അങ്ങനെ ആ റെസ്പെക്റ്റോട് കൂടിയാണ്. നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അവർ തിരിച്ചങ്ങനെ തന്നെയാണ്. ഓക്കെ വേണ്ട അങ്ങനെയുള്ളത് വേണ്ട, വരുന്നത് മതി, അങ്ങനെ ഒരു ചിന്ത. ഓക്കെ. ഇപ്പൊ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നുണ്ടോ? ആ നല്ലത് വല്ലതും വന്നത്. ഓക്കെ. ഞാൻ സമാധാനമായിട്ട് ജീവിക്കണം എന്നിട്ട് ഇഷ്ടപ്പെടണല്ലേ. ചോദിച്ചതാ. ചേച്ചിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛൻ. അപ്പോ അച്ഛനെ പറ്റി ആലോചിക്കുമ്പോൾ അല്ലെ അച്ഛൻ എന്ന് പറയുമ്പോ എന്ത് ഇൻസിഡന്റ് ആണ് ഓർമ്മ വരുന്നത്? എന്ത് കാര്യമാണ് ആദ്യം ഓർമ്മ വരുന്നത്, മനസ്സിലേക്ക് വരുന്നത്? അച്ഛൻ അത് ഒരു ഇൻസിഡന്റ് ആയിട്ട് നമുക്ക് ഇതില്ല. ഇപ്പൊ അച്ഛന്റെ പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ അച്ഛനെ പറ്റി. ഇല്ല, അച്ഛന്റെ ഒരു സംഭവം എന്ന് വെച്ചാല് എന്റെ അച്ഛനെ സംബന്ധിച്ച് അതിനെ സ്നേഹിക്കാനോ പുന്നരിക്കാനോ ഒന്നും അച്ഛൻ അന്നും കുഞ്ഞിലെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ അത് അറിയില്ല. മനസ്സിലായി. ചില അച്ഛന്മാരൊക്കെ പിള്ളേരെ ഭയങ്കരമായിട്ട് ലാളിക്കുകയൊക്കെ ചെയ്യും. എന്റെ അച്ഛൻ ഇപ്പൊ എന്നെയാണേലും ബ്രദറിനാണേലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ അത് അങ്ങനെ അറിഞ്ഞുകൂടാ. പക്ഷേ അച്ഛൻ ഏറ്റവും കൂടുതൽ ഓരോ സ്ഥലങ്ങൾ ഇപ്പൊ ചെറുതിലെ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോഴാണെങ്കിലും അച്ഛൻ പത്രപ്രവർത്തകനായിരുന്നു. അപ്പോ ഇവിടെയുള്ള എറണാകുളത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ പത്രം ഓഫീസുകളിലും മാതൃഭൂമി, മനോരമ, മാധ്യമം എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. അവരുടെ ഓഫീസിലൊക്കെ. അന്ന് ഇത് എന്താ ഏതാന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അച്ഛൻ ക്ലാസ്സിൽ പോണ വഴിക്ക് അന്നൊക്കെ പ്രിന്റർ സിസ്റ്റമാണ്. UNI എന്ന് പറഞ്ഞിട്ട് അവരുടെ യുണൈറ്റഡ് ന്യൂസ് മറ്റേ ന്യൂഡൽഹി മൂവിയിലുണ്ട് അവരുടെ ഹെഡ് ഓഫീസൊക്കെ. ആ ഒരു ഇത് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അച്ഛൻ പോകും. സൺഡേസ് ആണ് അച്ഛന് ഡ്യൂട്ടി എങ്കിൽ അവർക്ക് സൺഡേ ഹോളിഡേ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാത്രല്ല, ബാങ്കിൽ പോണം, ബാങ്കിൽ ഇന്നതുപോലെയൊക്കെ ചെയ്യണം, പാൻ കാർഡ് എടുക്കാം. അന്ന് പാൻ കാർഡ് എന്താന്നോ ഒന്നും അറിയില്ല. പക്ഷെ അതിന്റെയൊക്കെ ഇത് ഇപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഫാമിലി ആയിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വേറൊരു എന്താ അതിനെ പറയാ, മിസ് ചെയ്യാറുണ്ടോ അച്ഛനെ? ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങള് ഒരു സ്ഥലത്ത് പോയി. അപ്പോ ഞാൻ പറയാ, അയ്യോ ഞാൻ ചിപ്പിന്നാണ് അച്ഛനെ വിളിച്ചോണ്ടിരുന്നത്. അത് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ചിപ്പിന്ന് വിളിച്ച, പിന്നെ അച്ഛന്ന് വിളിച്ച വിളി വെക്കൂല. പിഷാരുടെ പിഷു ഒക്കെ അങ്ങനെ തന്നെയാ വിളിക്കണത്, ചിപ്പിന്നാ വിളിക്കണത്. പിന്നെ മാട്ടിൻ ചെട്ട്, ചിപ്പി മുത്തും കക്കയൊക്കെ ഇങ്ങനെയൊക്കെയാ ചോദിക്കുക. അപ്പോ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നമ്മള്. ഇനി ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടി ഉണ്ടാക്കും, അത് വേറെ കാര്യം. പക്ഷെ അച്ഛന് പൊതുവെ ഒരു നിർബന്ധങ്ങളോ ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളോ അങ്ങനെയൊന്നും ഉള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ആ ഒരു സംഭവം ഞങ്ങളില് എല്ലാവർക്കും ഉണ്ട്. രണ്ടു മക്കൾക്കും അതുണ്ട്. ഇന്നത് വേണം അങ്ങനത്തെ നിർബന്ധങ്ങളോ വലിയ വലിയ ഒന്നുമില്ല. അത് ഒരു കുറെ അങ്ങനത്തെ കുറെ ക്വാളിറ്റീസ് അത് പറഞ്ഞു തന്ന് ചെയ്യണതല്ല, അത് നമുക്ക് അങ്ങനെ വന്ന് ഭവിക്കുന്ന ഒരു കാര്യം. അച്ഛൻ പെട്ടെന്നാണ് പോയത്. അപ്പൊ അത് എന്താ പറയ, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. 8 വർഷം കഴിഞ്ഞു. അച്ഛനോട് സംസാരിക്കാറുണ്ടോ ചേച്ചി? ചേച്ചിയോട് സ്വയം സംസാരിക്കും? ഇല്ല, ഇപ്പൊ ഇല്ല. കാര്യം അച്ഛൻ പോയി എന്നുള്ള ഒരു ഇതിപ്പോഴും ഇല്ല. ഞങ്ങള് ബൈ വേർഡ്സ് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പെട്ടെന്ന് പോയത് കൊണ്ട് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് പ്രശ്നം. അച്ഛനോട് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം തോന്നിയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് എന്താണ് റീസെന്റ് നടന്നിട്ടുള്ള? അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് ഞാൻ ഇപ്പൊ മൈൽ സ്റ്റോണിന്റെ ആണെങ്കിലും നമ്മള് ഓരോ അവാർഡ് വാങ്ങിക്കുമ്പോഴൊക്കെ മറ്റേ എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകും, അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നും. അപ്പൊ എനിക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മള് അവരുള്ളപ്പോ നമുക്ക് അവരുടെ വില അത്രയും മനസ്സിലാവില്ല. അവർ പോയി കഴിയുമ്പോഴാണ് എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് നമുക്ക് തോന്നുക. അന്നുവരെ നമുക്ക് എത്ര അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് അറിയില്ല. കാര്യം ഇപ്പൊ ഞാൻ എപ്പോഴും ഇപ്പൊ യൂബറിലാണെങ്കിലും അല്ലാണ്ട് ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ പറയും, എറണാകുളത്തിന്റെ ഏതു ഇടവഴികളോ ഊടുവഴികളോ ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. കാര്യം അച്ഛന്റെ കൂടെ എപ്പോഴും സ്കൂട്ടറിൽ ട്രാവൽ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന്റെ കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ 2 വീലറിൽ പോയിട്ടുള്ളത്. അങ്ങനെയല്ല, ബ്രദറിന്റെ കൂടെയും പോകുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, സേഫ് ആയിട്ട് കൊണ്ടുപോകും. ഓവർ സ്പീഡിലൊന്നും പോകത്തില്ല.
ഞാൻ പറഞ്ഞതല്ലേ കുട്ടി എന്നെ കരയിപ്പിക്കല്ലെന്ന്. എങ്ങനെയുണ്ടായിരുന്നു ഒരു ലേഡി ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ്? ആദ്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലേഡി ഡയറക്ടർ. ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മാമിന്റെ കൂടെ, പക്ഷെ അത് ഒരു ഓഫ് ബീറ്റ് മൂവി ആയിരുന്നു, പ്രകാശിന്റെ മെട്രോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിപ്പോ ദീപ്തി ചേച്ചിയുടെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു, ലേഡി ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിച്ചു. മാക്സിമം എൻജോയ് ചെയ്തു. അതെ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ള കൊമേഴ്ഷ്യൽ സിനിമാസിലാണല്ലോ. അതെ അതെ. അത് ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു ഫിലിമിലേക്കാണ് വരുന്നത്, NFDC ആണ് ഫണ്ട് ചെയ്യുന്നതൊക്കെ. പക്ഷെ അത് എനിക്ക് ഭയങ്കര സന്തോഷാ. കാര്യം NFDCയുടെ ഒരു മൂവിയില് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷാ. കാരണം അവരുടെ ലിസ്റ്റിൽ നമ്മൾ വരുമല്ലോ.